40ന്റെ മുമ്പുള്ള മുഹമ്മദിന് എന്തെങ്കിലും ഒരു കുറവുണ്ടായിരുന്നു എന്ന് ഒരാൾ പറഞ്ഞാൽ ഈ ദീനിന്റെ ഗേറ്റിന്റെ അപ്പുറത്ത് നിൽക്കേണ്ടി വരും, ഉള്ളിൽ കടന്നു നിൽക്കാൻ പറ്റൂല. അതിന്റെ പ്രത്യേകത അതാണ്. മുഹമ്മദ് 40ന് മുമ്പുള്ള മുഹമ്മദിന് എന്തെങ്കിലും ഒരു കുറവുണ്ടെന്ന് ഒരാൾ പറഞ്ഞാൽ ഈ ദീനിൽ ഒരു സ്ഥാനം ഉണ്ടാവില്ല. റബീഉൽ അവ്വൽ 12 നബിയുടെ ജന്മദിനമല്ല. റബീഉൽ അവ്വൽ 12 റസൂലിന്റെ ജന്മദിനമല്ല. റബീഉൽ അവ്വൽ 12 മുഹമ്മദിന്റെ ജന്മദിനമാണ്. മുഹമ്മദായ ദിവസമാണ്. ആ മുഹമ്മദിനെയാണ് അന്ത്യനാളിൽ വിളിക്കുന്നത്. മുഹമ്മദ് തല ഉയർത്തു, എന്ത് വേണമെങ്കിലും തരാമല്ലോ, എന്താണെങ്കിലും തരാന്ന് പറയും. നബിനെ അംഗീകരിച്ചാൽ പോരാ, റസൂലിനെ അംഗീകരിച്ചാൽ പോരാ, മുഹമ്മദിനെ തന്നെ അംഗീകരിപ്പിക്കണം. മുഹമ്മദിനെ അംഗീകരിക്കോ എന്ന് ചോദിച്ചു. ജബലുന്നൂറിൽ കൊണ്ടുപോയിട്ട് പർവ്വതത്തിന്റെ മുകളിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഈ മലയുടെ അപ്പുറത്ത് നിന്ന് ഒരു ശത്രു സൈന്യം നിങ്ങൾ ആക്രമിക്കാൻ വേണ്ടി വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അവർ പറഞ്ഞു, നീ പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കും. ഞങ്ങൾ വിശ്വസിക്കുന്നല്ല, പറഞ്ഞത് നീയാണല്ലോ, നീ പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കാം എന്ന് പറഞ്ഞു. 40ന് മുമ്പ് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നീ പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കാം എന്ന് പറയാവുന്ന തരത്തിലേക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാറ്റിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നബിയെ അംഗീകരിച്ചാൽ പോരാ, റസൂലിനെ അംഗീകരിച്ചാൽ പോരാ, മുഹമ്മദിനെ തന്നെ അംഗീകരിക്കേണ്ടതുണ്ട്. വാപ്പാക്ക് വാപ്പയാകാൻ മാത്രമാണ് കഴിയുക, ഉമ്മയാവാൻ കഴിയില്ല. ഉമ്മാക്ക് ഉമ്മയാവാൻ മാത്രമേ കഴിയുള്ളൂ, വാപ്പയാവാൻ കഴിയില്ല. ഒരു മനുഷ്യന് ഒരേ സമയം വാപ്പയും ഉമ്മയുമാകാൻ കഴിയുമെങ്കിൽ അത് അഷ്റഫുൽ ഖൽഖ് ത്വാഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. അതുകൊണ്ട് ഫാത്തിമ ബീവി നബി തങ്ങളെ വിളിച്ചത് വാപ്പ എന്നല്ല, യാ റസൂലല്ലാഹ്. ആയിഷ ബീവി നബി തങ്ങളെ വിളിച്ചത് എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ എന്നല്ല, യാ റസൂലല്ലാഹ് എന്നാണ്. വാപ്പ മക്കളെ തിരിഞ്ഞു നോക്കുന്നത് പാലം കടന്നതിന്റെ ശേഷമാണ്, സിറാത്ത് കടന്നിട്ടാണ്. മക്കൾ മാതാപിതാക്കളെ അന്വേഷിക്കുന്നത് പാലം കടന്നതിന്റെ ശേഷമാണ്. പാലം കടക്കുന്നതിന്റെ മുമ്പ് തിരിഞ്ഞു നിൽക്കുന്ന ഏക മനുഷ്യൻ മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൻത ഉമ്മുൻ അം അബൂൻ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസൈനിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. വാപ്പാക്ക് വാപ്പാകാൻ മാത്രമേ കഴിയുള്ളൂ, ഉമ്മയാവാൻ കഴിയില്ല. ഉമ്മാക്ക് ഉമ്മാവാൻ മാത്രമേ കഴിയുള്ളൂ, വാപ്പാവാൻ കഴിയില്ല. പെരപ്പണി കഴിഞ്ഞു എന്ന് വിചാരിച്ചോളി, വീട് പണി കഴിഞ്ഞു, ടൈൽസിന്റെ പണിയൊക്കെ കഴിഞ്ഞു, 2 നിലയുള്ള ഒരു വീട്, എല്ലാ പണിയും പൂർത്തിയായിട്ടുണ്ട്. നാളെ രാവിലെ കുടിയിരിക്കലാണ്, ഹൗസ് വാമിംഗ് ആണ്, ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. രാവിലെ ഭക്ഷണം ഉണ്ടാക്കാനുള്ള ചിക്കൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വെപ്പേര് വന്നിട്ടുണ്ട്. പള്ളിക്കുന്ന ഉസ്താദന്മാരോട് വരാൻ പറഞ്ഞിട്ടുണ്ട് സുബഹിക്ക്. രാത്രി 1:30 മണിയായി, എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. രാവിലെ ഹൗസ് വാമിംഗ് ആണ് സുബഹിക്ക്. ആ സമയത്ത് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് പറഞ്ഞു, സാലിമേ, ഈ പേരെ എനിക്ക് ആവശ്യമുണ്ട്, ആ ചാവി ഇങ്ങോട്ട് തന്നാന്ന് പറഞ്ഞാൽ കൊടുക്കുവോന്ന്. കൊടുക്കും നിങ്ങൾ പറയാനാണ് ഞാൻ ചോദിച്ചത്. പക്ഷെ ആ സ്ഥാനത്ത് എന്റെ വാപ്പാൻ എനിക്ക് ആവശ്യമുണ്ട് കൊണ്ടുവരണ കൊടുക്കുവോ? കൊടുക്കുന്ന എന്ന് പറയണോ? അന്ന് സമ്പൂർണ്ണ മുഅ്മിനാണ്. എന്റെ ഭാര്യനെ ആവശ്യമുണ്ട് കൊണ്ടുവരണ കൊടുക്കുവോ? കൊടുക്കുന്ന എന്ന് പറയോ? അന്ന് പരിപൂർണമായ മുഅ്മിനാണ്. ഉമ്മയേക്കാൾ, വാപ്പയേക്കാൾ, ഭാര്യയേക്കാൾ, ഭർത്താവിനേക്കാൾ, സർവസ്വത്തേക്കാൾ അല്ലാഹുവിന്റെ റസൂലിന് ഒരാൾ എന്നാണോ പ്രാധാന്യം നൽകുന്നത്, അന്നവൻ പരിപൂർണമായ മുഅ്മിനാണ്. വാപ്പാനേക്കാൾ പ്രാധാന്യം, ഉമ്മാനേക്കാൾ പ്രാധാന്യം. അതുകൊണ്ടാണ് ഫാത്തിമ ബീവി വാപ്പാന്ന് വിളിക്കാതെ റസൂലുള്ളാഹ് എന്ന് വിളിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആത്മഹർഷം തുടികൊട്ടുന്ന നാളാണ് അന്ത്യനാള്. സൂചി വീണതിന്റെ ശബ്ദം ചെവി കൊണ്ട് കേൾക്കുന്ന നിശബ്ദതയാണ്. ശബ്ദം അള്ളാഹുവിന് മാത്രമായി കീഴ്പ്പെടുന്ന മഹ്ശറയിലെ മനുഷ്യന്റെ ഏക പ്രതീക്ഷയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ആരെയും പ്രതീക്ഷിക്കാൻ കഴിയില്ല. ആരും തിരിഞ്ഞു നോക്കൂല. മുൻകഴിഞ്ഞ അമ്പിയാക്കൾ വരെ തിരിഞ്ഞു നോക്കൂല. മക്കയേക്കാൾ മദീനയെ സ്നേഹിക്കാമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീനത കമാ അഹ്ബബ്ത ഇലൈനൽ മക്കത വശദ്ദ മിന്നാ. അല്ലാഹുവേ, മക്കയെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുത്തിയതിനേക്കാൾ മദീനയെ ഞങ്ങൾക്ക് നീ ഇഷ്ടപ്പെടുത്തണമേ എന്ന് നബി തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. ആ ദുആയിൽ നിന്ന് മക്കയേക്കാൾ മദീനയെ ഇഷ്ടപ്പെടാമെന്നാണ്. എന്താണ് മദീനയുടെ പ്രത്യേകത? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങിക്കിടക്കുന്നുണ്ട് എന്നതാണ് മദീനയുടെ പ്രത്യേകത.
മദീന സമാധാനത്തിന്റെ നാടാണ്. മദീന എന്നുള്ള ആ പേര് കേട്ടാൽ തന്നെ സമാധാനമാണ്. മദീനക്കാര് നബി തങ്ങളെ പാട്ടുപാടി സ്വീകരിച്ചവരാണ്. സ്വീകരിക്കലും പാട്ടുപാടി സ്വീകരിക്കലും രണ്ടാണ്. സ്വീകരിക്കാൻ പലരെ കൊണ്ടും കഴിയും. പാട്ട് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സാധനമാണ്. അത് വരണമെങ്കിൽ ശരിക്കും മനസ്സറിഞ്ഞ് സ്വീകരിക്കണം. മദീനക്കാര് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പാട്ടുപാടി സ്വീകരിച്ചവരാണ്. അപ്പൊ മദ്ഹ് 3 തരത്തിലാണ്. ഒന്ന് അൽ മദ്ഹു ബിത്തഹ്സീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള കമാലിയത്ത് പറയാ. രണ്ടാമത്തേത് അൽ ഔസാഫു ബിത്തസീൻ ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭംഗിയെ കുറിച്ച് പറയുക. മനുഷ്യരിൽ ഏറ്റവും ഭംഗിയുള്ള ആള് പുണ്യ നബിയായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ഭംഗിയുള്ള ആള്. കണ്ണിന്റെ വെളുപ്പ് ശക്തമായ ആളാണ്. കണ്ണിന്റെ കറുപ്പ് ശക്തമായ ആളാണ്. പുരുകത്തിന്റെ കറുപ്പ് ശക്തമായ ആളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയോട് അടുത്തവരും അങ്ങനെയാണ്. 150 വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു സഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ആയുസ്സുണ്ടായ ആള് സൽമാനുൽ ഫാരിസിയാണ്. 200 വർഷം. അത് കഴിഞ്ഞാ പിന്നെ സഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച ആള് സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആണ്. 150 വയസ്സ് വരെ ജീവിച്ചു. 150ാമത്തെ വയസ്സിലും അനസ് റളിയല്ലാഹു അൻഹുവിന്റെ തലയിൽ ഒരൊറ്റ രോമം നരച്ചിട്ടുണ്ടായിരുന്നില്ല. നബി തങ്ങൾ കൈവച്ചതായിരുന്നു കാരണം. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മാനെ രണ്ടാമത് കല്യാണം കഴിച്ചു. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ അനസ് ഇബ്നു മാലിക് എന്നവർ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ചെറുപ്പത്തിൽ മരിച്ചു. ഉമ്മാനെ രണ്ടാമത് കല്യാണം കഴിച്ചത് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മാനെ കല്യാണം കഴിച്ചുകൊണ്ടുപോകുമ്പോ അനസിനെ കൂടെ കൊണ്ടുപോകണോ അതോ തറവാട്ട് വീട്ടിൽ നിർത്തണോ എന്നതിലൊരു തർക്കം. കുറച്ചാൾക്കാർ പറഞ്ഞു കൊണ്ടുപോവാം, കുറച്ചാൾക്കാർ പറഞ്ഞു നിർത്താം. അവസാനം തർക്കമായപ്പോ ആളുകൾ പറഞ്ഞു മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖിദ്മത്തിന് വേണ്ടി അനസ് റളിയല്ലാഹു അൻഹുവിനെ നബി തങ്ങളുടെ അടുക്കൽ കൊണ്ടുപോയി ആക്കി കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ എളാപ്പ, അതായത് അനസിന്റെ ഉമ്മ ഉമ്മു സുലൈമിനെ രണ്ടാമത് കല്യാണം കഴിച്ച അബൂ ത്വൽഹ എന്ന എളാപ്പ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യും പിടിച്ചിട്ട് നബി തങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, കുഞ്ഞ് അനസ് ഇവിടെ നിന്നോട്ടെ, നിങ്ങൾ അനസിന് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം എന്ന് പറഞ്ഞു. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ തലയിൽ ഇങ്ങനെ കൈവച്ചിട്ട് തോരുന്നു, അല്ലാഹുമ്മ ബാരിക് ലഹു ഫീ മാലിഹി വ ഔലാദിഹി. അല്ലാഹുവേ, അനസ് മോനെ മാലിലും ഔലാദിലും നീ ബറക്കത്ത് ചെയ്യണമേ. മദീനയിൽ എല്ലാവർക്കും വർഷത്തിൽ ഒരു പ്രാവശ്യം കായ്ക്കുന്ന തോട്ടമായിരുന്നെങ്കിൽ അനസ് റളിയല്ലാഹു അൻഹുവിന് കൊല്ലത്തിൽ 2 പ്രാവശ്യം കായ്ക്കുന്ന തോട്ടമുണ്ടായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ 150ാമത്തെ വയസ്സിലും അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കവിളിൽ ഇങ്ങനെ തൊട്ടിട്ട് വാസനിച്ചു നോക്കിയാല് ചുവന്ന റോസാപ്പൂവിന്റെ വാസനയുണ്ടായിരുന്നു. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മ വെച്ചതായിരുന്നു അതിന്റെ കാരണം. നബി തങ്ങളുമായി അടുത്ത എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. റബീഅ റളിയല്ലാഹു അൻഹു ഒരു ദിവസം രാത്രി വെള്ളത്തിന്റെ പാത്രവും എടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിന്റെ അടുത്ത് വന്നു. റബീഅത്ത് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു വെള്ളപ്പാത്രം എടുത്തിട്ട് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിന്റെ അടുക്കൽ വന്നു. എന്നിട്ട് ഇങ്ങനെ കാത്തു നിന്നു. നബി തങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ വെള്ളപ്പാത്രം കയ്യിൽ കൊടുക്കണമെന്നതായിരുന്നു ഉദ്ദേശം. രാത്രി പകുതി കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഹജ്ജുദിന് വുളൂ ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോ റബീഅത്ത് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു വെള്ളപ്പാത്രവുമായി ഓടിച്ചെന്ന് മുസ്തഫായ നബി തങ്ങൾക്ക് വെള്ളപ്പാത്രം നീട്ടിക്കൊടുത്തപ്പോ പുന്നാര നബി തങ്ങൾ ചോദിച്ചു, റബീഅ, നീ രാത്രി വീട്ടിൽ പോയിട്ടില്ലായിരുന്നോ? നീ രാത്രി വീട്ടിൽ പോയിട്ടില്ലേ എന്ന് ചോദിച്ചു. റബീഅത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഞാൻ പോയിട്ടില്ല. നബി തങ്ങൾ ചോദിച്ചു, എന്താ റബീഅ നിങ്ങൾ പോകാതിരുന്നത്? ഒരു പ്രാവശ്യമെങ്കിലും ആരുമില്ലാത്ത സമയത്ത് നിങ്ങൾക്കൊന്ന് ഖിദ്മത്ത് എടുക്കണമെന്ന ആഗ്രഹത്തോടു കൂടി ഞാൻ ഒരുപാട് ദിവസമായി നിങ്ങൾ തഹജ്ജുദിന് വുളൂ ചെയ്യാൻ എഴുന്നേൽക്കുന്നതും കാത്തുകൊണ്ട് വീടിന്റെ അടുക്കൽ നിൽപ്പുണ്ട് നബിയേ. റബീഅത്ത് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു നിന്ന് വെള്ളപാത്രം വാങ്ങിയിട്ട് നബി തങ്ങൾ പറഞ്ഞു, റബീഅ, എന്താ എനിക്ക് വേണ്ടിച്ച ചോദിച്ചോ, എന്താ വേണ്ടിച്ച ചോദിച്ചു പറഞ്ഞു. റബീഅ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. നബിയേ, സ്വർഗ്ഗത്തിൽ നിങ്ങളുടെ മുറാഫഖത്തിനെ ഞാൻ ചോദിക്കുന്നു. സ്വർഗ്ഗം ചോദിക്കുന്നു എന്നല്ലട്ടോ, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. സ്വർഗ്ഗം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ്. സ്വർഗ്ഗത്തിൽ നിങ്ങളുടെ റഫീഖ് ആവണം, കൂട്ടുകാരനാവണം എന്നത് ഞാൻ ചോദിക്കുന്നു. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബീഅത്തിനോട് ചോദിച്ചു, അവലക ഗൈറൻ യാ റബീഅ, റബീഅ കുറച്ചും കൂടി താഴെ എന്തേലും ഉണ്ടെങ്കിൽ ചോദിക്കാറ്. വലിയ ചോദ്യമായല്ലോ. സ്വർഗത്ത് കടന്നാലും പോലെ സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരനാവണം എന്നാണ് ചോദ്യം. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. അവലക ഗൈറൻ യാ റബീഅ, റബീഅ കുറച്ചൊരു കാറ്റഗറി താന്ന് എന്തേലും ഉണ്ടെങ്കിൽ അത് ചോദിക്കുക.
സയ്യിദുനാ റബീഅ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അതിന്റെ താഴത്തേക്കൊന്നും എനിക്ക് വേണ്ട, എനിക്ക് സ്വർഗ്ഗത്തിൽ നിങ്ങളുടെ കൂട്ടുകാരനാവണമെന്നാണ് ആഗ്രഹമെന്ന് പറഞ്ഞപ്പോ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഅഇനി ബികസ്റത്തി സുജൂദ്. ഓക്കേ, ഇൻഷാ അല്ലാഹ് സ്വർഗ്ഗത്തിൽ നീ എന്റെ കൂട്ടുകാരനാകും, നീ സുജൂദിനെ അധികരിപ്പിച്ചുകൊണ്ട് എന്നെ സഹായിക്കണം റബീഅ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. സഹാബത്ത് അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്തും ചോദിച്ചു വാങ്ങും. സഹാബാക്കളുടെ കൂട്ടത്തിൽ അബൂ മഹദൂറ എന്ന പേരായിട്ട് ഒരു സഹാബി ഉണ്ടായിരുന്നു, നല്ല മനുഷ്യനാണ് അബൂ മഹദൂറ. അബൂ മഹദൂറ പള്ളിയിൽ നേരത്തെ വരും, എല്ലാ ജമാഅത്തിനും പങ്കെടുക്കും, കൃത്യമായി ഉണ്ടാവും. ഒറ്റ കുഴപ്പം മാത്രമേ ഉള്ളൂ, മുടി വെട്ടൂല. മുടി ഇങ്ങനെ നീട്ടിയിട്ട് അവസാനം കുടി ചുട്ടി കണ്ട് ഇങ്ങനെ മേലെ വെച്ചിട്ട് അതിന്റെ മേലെ തലകെട്ടാണ് പതിവ്. ഒരു ദിവസം സഹാബത്ത് റളിയല്ലാഹു അൻഹു അബൂ മഹദൂറയോട് പറഞ്ഞു, അബൂ മഹദൂറ, അല്ലാ തഹ്ലിഖിഹ, നിങ്ങളെ ഈ തലയത്തെ മുടി ഒന്ന് വെട്ടിക്കൂടെ ചോദിച്ചു. അബൂ മഹദൂറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ അഹ്ലിഖുഹ, വേറെ എന്ത് പറഞ്ഞാലും കേൾക്കാം, ഈ മുടി ഞാൻ വെട്ടൂല. ലാ അഹ്ലിഖുഹ, ഈ മുടി ഞാൻ വെട്ടൂല, കാരണം വഖദ് മസ്സഹാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ മുടിമ്മ അല്ലാഹുവിന്റെ റസൂൽ തൊട്ടിട്ടുണ്ട്, അതിന് വെട്ടൂല, അവിടെ നോട്ടെ. ഇങ്ങനെയായിരുന്നു സഹാബത്ത് റളിയല്ലാഹു അൻഹു. അവരുടെ ജീവിതം ഇങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ എങ്ങനെയാണ് ഇഷ്ക്, എങ്ങനെയാണ് മഹബത്ത് എന്ന് നമുക്ക് ശരിക്കും മനസ്സിലാവും. ഓരോ ആളുകളുടെയും സമീപനങ്ങൾ നോക്കിയാൽ, ഓരോ സഹാബത്തിന്റെയും സമീപനം നോക്കിയാൽ, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മക്കം ഫതഹിന്റെ സമയത്താണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ മുസ്ലിമായത്. അബൂ ഖുഹാഫ എന്നാണ് അറിയപ്പെട്ട പേര്, ഉസ്മാൻ എന്നാണ് ഒറിജിനൽ പേര്. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കം ഫതഹിന്റെ സമയത്ത് വാപ്പാനെ തെരഞ്ഞു പോയി. ചെന്നോക്കുമ്പോ പഴയ അഡ്രസ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ തെരഞ്ഞു നോക്കി. ചെന്നോക്കുമ്പോ വാപ്പ സുഖമില്ലാതെ കിടക്കാണ്, 90-ലധികം വയസ്സായിട്ടുണ്ട്, കണ്ണിന് കാഴ്ചയൊന്നുമില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോ വാപ്പ പറഞ്ഞു, മോനെ, എനിക്കും നിന്റെ മതത്തിലേക്ക് ചേരണമെന്നുണ്ട് മോനെ എന്ന് പറഞ്ഞു. എനിക്കും എന്റെ മതത്തിലേക്ക് ചേരണമെന്നുണ്ട് പറഞ്ഞു. അങ്ങനെ വാപ്പാൻ എടുത്തു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മൂപ്പരോ തടിയില്ലാത്ത ആളാണ്, വാപ്പ തീരെ തടിയില്ലാത്ത ആളാണ്. എടുത്തു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തടിയില്ലാത്ത ആളാണ്, മെല്ലിച്ച് നീണ്ടിട്ട് വെളുത്തിട്ട് തടിയില്ലാതെ കവിളൊട്ടിയ ഒരു മനുഷ്യനാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വാപ്പാൻ അങ്ങനെ എടുത്തിട്ട് ഇലാ ഹദറത്തി ഹബീബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദറത്തിൽ കൊണ്ടുവന്നു. അല്ലാഹുവിന്റെ റസൂലേ, ഈ വന്നിരിക്കുന്നത് എന്റെ വാപ്പയാണ്, വാപ്പാക്ക് നിങ്ങൾ കലിമ ചൊല്ലി കൊടുക്കിയെന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലി കൊടുത്തു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ചൊല്ലി കൊടുത്ത് വാപ്പ ഏറ്റു ചൊല്ലിയപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞു. പുന്നാര നബി തങ്ങൾ ചോദിച്ചു, അല്ലയോ അബൂബക്കർ സിദ്ദീഖ്, എന്തേ നിങ്ങൾ കരയുന്നതിന്റെ കാരണം എന്ന് ചോദിച്ചപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ വാപ്പ മുസ്ലിമായി എന്നത് ശരിയാണ്. എന്റെ വാപ്പ മുസ്ലിമായ ഈ സ്ഥാനത്ത് നിങ്ങളുടെ എളാപ്പ അബൂ ത്വാലിബായിരുന്നു മുസ്ലിമായിരുന്നത് എങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് നബിയേ. പിന്നാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അല്ല അബൂബക്കറേ, നിങ്ങളുടെ വാപ്പ മുസ്ലിമാവുന്നതിനേക്കാൾ എന്റെ എളാപ്പ മുസ്ലിമാവുന്നത് നിങ്ങൾക്ക് താല്പര്യം കൂടാൻ കാരണം എന്തേന്ന് ചോദിച്ചപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഇന്റെ വാപ്പ മുസ്ലിം ആകുന്നതിനേക്കാൾ ഇങ്ങളെ എളാപ്പ മുസ്ലിം ആകുന്നതല്ലേ കാര്യം നിങ്ങൾക്ക് നല്ലോണം ഇഷ്ടമാകുക എന്ന് ചോദിച്ചു. അതേ പറഞ്ഞു. എന്നാ അതന്നെയാണ് എനിക്കും നല്ലോണം ഇഷ്ടം എന്ന് പറഞ്ഞാൽ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും ഈമാൻ തുലാസിൽ ഒരു തട്ടിലും സിദ്ദീഖിന്റെ ഈമാൻ തുലാസിന്റെ മറ്റേ തട്ടിലും വെച്ചിട്ടാണ് തൂക്കിയാല് സിദ്ദീഖിന്റെ ഈമാനാണ് തൂങ്ങുന്ന അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ നിസ്കരിച്ച ആൾക്കാരുണ്ടാവുമല്ലോ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഖത്ത് തീർത്ത ആൾക്കാരുണ്ടാവും. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹാഫിദല്ലല്ലോ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹാഫിദല്ല, ഞാൻ പഠിച്ചിട്ട് പറയണേ, ഹാഫിദല്ല. എന്നാൽ ലോകത്തുള്ള എല്ലാ ഹാഫിദീങ്ങളും ഈമാൻ തുലാസിന്റെ ഒരു തട്ടിലും സിദ്ദീഖിന്റെ ഈമാൻ തുലാസിന്റെ മറ്റേ തട്ടിലും വെച്ചാൽ സിദ്ദീഖിന്റെ ഈമാനാണ് തോന്നും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഉംറക്ക് പോയ ആൾക്കാരുണ്ടാവും. ഇവിടെ ജിദ്ദയിലിരുന്ന് ജോലി, എല്ലാ വെള്ളിയാഴ്ചയും ഉംറക്ക് പോകും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ പോയിരുന്നില്ല. എന്നാൽ ഈ ഉംറക്ക് പോയ ആൾക്കാരൊക്കെ കൂടി ഈമാൻ ഒരു തുലാസിലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ തുലാസിന്റെ മറ്റേ തട്ടിലും വെച്ചിട്ടാണ് തൂക്കിയാല് സിദ്ദീഖിന്റെ ഈമാനാണ് തോന്നും. അതാണ് ഈമാൻ, അതാണ് ഇഷ്ക്. ഈമാൻ, ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, ഇഷ്ക് അടിസ്ഥാനവും അമലു സ്വാലിഹാത്ത് ഫർഉമാണ്. ഇഷ്കിന് ശേഷമാണ് ഇത്തിബായ്, ഇത്തിബായിന്റെ ശേഷം ഇഷ്കല്ല. മുഅ്മിനീങ്ങളെ നിങ്ങൾ നല്ലോണം ചിന്തിക്കണേ. ഇഷ്ക് ഉണ്ടായാൽ ഇത്തിബാ ഓട്ടോമാറ്റിക് ആയിട്ടുണ്ടാവും. ഇത്തിബാ ഉണ്ടായത് കൊണ്ട് ഇഷ്ക് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഒരാൾ എല്ലാ നിലയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്തു, അയാൾക്ക് ഇഷ്ക് ഉണ്ടാവണമെന്നൊരു നിർബന്ധമില്ല. അതേ സമയത്ത് ഒരാൾ ആശിക്കാണെങ്കിൽ അയാൾ മുത്തബി ആയിരിക്കുമെന്നത് ഉറപ്പാണ്. അതുകൊണ്ട് ഇഷ്ക് അസ്നാണ്, ഇഷ്ക് ദീനിയാത്താണ്, ഇത്തിബാ അമലിയാത്താണ്. ഇഷ്ക് ഈമാനാണ്, ഇത്തിബാ ഇസ്ലാമാണ്. ഇഷ്ക് അസ്ലാകുന്നു, അമലു സ്വാലിഹാത്ത് ഫർആകുന്നു. അതുകൊണ്ട് അസ്ലിനെയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഖൽബിന്റെ താല്പര്യം ഈമാനിന്റെ അടിസ്ഥാനമാണ്. ആ അടിസ്ഥാനത്തെ നമ്മൾ ഉണ്ടാക്കി തീർക്കാൻ ശ്രമിക്കാം. അവിടെയാണ് ഒരു മനുഷ്യന്റെ വിജയം നിലകൊള്ളുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധമുള്ള എല്ലാ കാര്യങ്ങളും വിജയിച്ചിട്ടുണ്ട്.
നബിതങ്ങളുമായി ബന്ധമുള്ള എല്ലാ കാര്യങ്ങളും വിജയിച്ചു. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വിജയിച്ചു, ബന്ധപ്പെട്ട ആൾക്കാരും വിജയിച്ചു. ലോകത്ത് ഏതെങ്കിലും ഒരു സ്വാലിഹായ മനുഷ്യൻ, ഏതെങ്കിലും ഒരു ദുആ ഇജാബത്തുള്ള മനുഷ്യൻ ആശിക്കല്ലാത്തതായി ഉണ്ടാവില്ല. ഏതൊരു നല്ല മനുഷ്യനെ പരിശോധിച്ചാലും അവരൊക്കെ ആശിക്കങ്ങളായിരിക്കും എന്നതാണ്. അതുകൊണ്ട് നമ്മൾ ആശിക്കങ്ങളാവണം, നമ്മൾ ഇഷ്കുള്ളവരാവണം. ഇഷ്കുണ്ടാവണമെങ്കിൽ ഹബീബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നല്ലോണം പഠിക്കണം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹുവിന്റെ വീട്ടിൽ വന്നു. അപ്പോ നല്ല ഉച്ച സമയമായിരുന്നു. സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ വീടിന്റെ ഉള്ളിലാണ്. വാതിൽ തുറന്ന് പുറത്തു വരുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹുവിന്റെ വീടിന്റെ മുമ്പിലുള്ള ഒരു മരത്തിന്റെ ചോട്ടിലിരുന്നു. കുറെ കഴിഞ്ഞ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വാതിൽ തുറന്ന് പുറത്തേക്ക് ഇങ്ങനെ വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മരത്തിന്റെ ചോട്ടിൽ ഇരിക്കുന്നത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കണ്ടു. നബി സല്ലല്ലാഹു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കണ്ടു. അന്ന് മുതൽ, ഈ സംഭവം ഉണ്ടായ അന്ന് മുതൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നബി തങ്ങൾ ഇരുന്ന മരത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കും. സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അല്ലയോ അബ്ദുല്ലാഹി ഇബ്നു ഉമറേ, ഇവിടെ ഒരുപാട് മരങ്ങളുണ്ടല്ലോ, ഒരു മരത്തിന് മാത്രം നിങ്ങൾ എന്താണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ ആ മരത്തിന്റെ ചോട്ടിൽ ഒരു ദിവസം ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ ജീവിതകാലത്ത് ഇനി ആ മരം ഉണങ്ങുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. മുത്തബിഉസ്സുന്ന എന്ന സ്ഥാനപ്പേര് നൽകി ആ മനുഷ്യനെ ഈ ഉമ്മത്ത് ആദരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈമാന്റെ അടിസ്ഥാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താല്പര്യമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. ഞാൻ നിങ്ങളോട് ഒരു കഥ പറയാൻ പോകുന്നു. ബുർദ ബൈത്തിന് മുഹമ്മദ് അഖ്തർ റളാ ഖാൻ എന്ന് പറയുന്ന ആള് ഒരു ശറഹ് എഴുതിയിട്ടുണ്ട്. അൽ വർദ എന്നാണ് അതിന്റെ പേര്. എല്ലാത്തിനൊന്നും നമ്മൾ തെളിവ് പറയണ്ട, പക്ഷെ ചില കഥക്കൊക്കെ തെളിവ് പറയേണ്ടി വരും. അങ്ങനെയാണ്. അൽ വർദ എന്ന ഒരു ശറഹ് മുഹമ്മദ് അഖ്തർ റളാ ഖാൻ ബുർദ ബൈത്തിന് എഴുതിയിട്ടുണ്ട്. അതിലൊരു കഥ ഉണ്ട്. ഒരിക്കൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീട്ടിലേക്ക് ഒരു സൽക്കാരത്തിന് വിളിക്കണമെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ ജാബിർ റളിയല്ലാഹു അൻഹു തോന്നി. ജാബിർ റളിയല്ലാഹു അൻഹു ഭാര്യയോട് ചോദിച്ചു, സഹധർമ്മിണി, ഇവിടെ ഭക്ഷണമായിട്ട് എന്താ ഉണ്ടാക്കാൻ പറ്റിയതല്ല, നബിനെ ഒരു സൽക്കാരത്തിന് വിളിക്കണം തോന്നുന്നുണ്ട്. ഭാര്യ പറഞ്ഞു, ഇവിടെ ഒരു ആടും കുട്ടിയുണ്ട്, കുറച്ച് ഗോതമ്പ് മാവ് ഉണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹു ആടിനെ പിടിച്ച് അതിന്റെ കാലൊക്കെ കൂട്ടിക്കെട്ടി കത്തിക്കെടുത്ത് അറുത്തിട്ട് തോല് പൊളിച്ച് കഷ്ണാക്കിയിട്ട് ഭാര്യന്റെ അടുത്ത് കൊടുത്തു. ഇതുകൊണ്ട് കറി ഉണ്ടാക്കുകയാണ്, ഗോതമ്പ് മാവ് കൊണ്ട് റൊട്ടി ഉണ്ടാക്കുകയാണ്. അങ്ങനെ ജാബിർ റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കാൻ വേണ്ടി പോയി. പള്ളി ചെന്ന് ജാബിർ റളിയല്ലാഹു അൻഹു നബിയോടും വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് സഹാബത്തിനോട് ഒന്ന് വീട്ടിൽ വരാൻ വേണ്ടി പറഞ്ഞു. നബിയും സഹാബത്തും ഇങ്ങനെ പോരുകയാണ് വീട്ടിലേക്ക്. വഴി ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കണ്ടു. സയ്യിദുനാ ജിബ്രീൽ അലൈഹി ഇസ്ലാം ചോദിച്ചു, അല്ല നബി എന്നപ്പോ എടുക്കാൻ യാത്ര എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ഇന്ന് ജാബിറിന്റെ അവിടെ ഒരു സൽക്കാരം ഉണ്ട്, അതിന് പോവുകയാണ്. ആയിക്കോട്ടെ, പോയിക്കോളെ, കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞു. അവിടെ ചെന്നാല് ജാബിറിന്റെ കുട്ടികളൊപ്പം മാത്രമേ ഭക്ഷണം കഴിക്കാവുള്ളൂ ട്ടോ. ആയിക്കോട്ടെ. അങ്ങനെ നബിയും എണ്ണപ്പെട്ട സഹാബികളും ഇങ്ങനെ വരികയാണ്. ജാബിർ റളിയല്ലാഹു അൻഹുവിന് രണ്ട് മക്കളുണ്ടായിരുന്നു, രണ്ട് ആൺകുട്ടികൾ. മൂത്തോൻ കളിക്കാൻ പോയിരുന്നു, രണ്ടാമത്തോനെ ആടിനറക്കുന്നത് കണ്ടു. മൂത്ത കുട്ടി കളി കഴിഞ്ഞ് മടങ്ങി വന്നപ്പോ ചെറിയ കുട്ടി വലിയ കുട്ടിനോട് പറഞ്ഞു, കാക്ക, വാപ്പ എങ്ങനെയാ ആടിനറുത്തതെന്ന് ഇജ്ജ് കണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, അന്ന് എനിക്ക് കാണിച്ചു തരട്ടെ ചോദിച്ചു. അങ്ങനെ മൂത്ത കുട്ടിനെ കൂട്ടിയിട്ട് തട്ടിന്റെ മേലെ പോയി. വാപ്പ ആടിനറക്കാൻ വേണ്ടി എടുത്ത് കയറൊക്കെ എടുത്തിട്ട് കാലൊക്കെ നല്ല കൂട്ടി കെട്ടിയിട്ട് വാപ്പ ആടിനറുത്ത കത്തി എടുത്ത് കണ്ട അറുത്തിട്ട് ഞാൻ പറഞ്ഞ കഥ എവിടെ ഉണ്ടെന്ന് പറഞ്ഞു. മുഹമ്മദ് അഖ്തർ റളാ ഖാൻ ബുർദ ബൈത്തിന് എഴുതിയ അൽ വർദ എന്ന ശറയിലുണ്ട്. അതെന്തിനാ പറഞ്ഞു വെച്ചാൽ ഈ സദസ് കഴിഞ്ഞാണ് പോയിട്ട് പിന്നെ അവസാനം അതെവിടെ ഇരുന്നു എന്ന് ചോദിച്ചാൽ നിൽക്കണ്ട, അതിന് വേണ്ടിയിട്ട്. അങ്ങനെ കാലൊക്കെ കൂട്ടിക്കെട്ടി കത്തിയെടുത്ത് കാണാൻ അറുത്തിട്ട് തലേനെടുത്തുകൊണ്ട് മരെടുത്തുകൊണ്ട് വന്നു. ഉമ്മ, ഇപ്പൊ ആടിനർത്ഥമായിരി ഞാൻ കാക്കാൻ അർത്തു പറഞ്ഞു. തലൻ കാണിച്ചു കൊടുത്തു. ഉമ്മയുടെ ബേജാറായി. മണ്ടി ചെന്ന് തട്ടിന്റെ മേലെ ചെന്ന് നോക്കുമ്പോ മൂത്ത കുട്ടി അറുക്കപ്പെട്ടിരിക്കുന്നു. ഇമ്മാന്റെ വെപ്രാളും ബേജാറൊക്കെ കൂടിയും കണ്ടേക്കിന് സംഗതി പിടുത്തം വിട്ടു എന്ന് മനസ്സിലായി. രണ്ടാമത്തോനെ ചെറിയോനെ പിടുത്തം വിട്ടു എന്ന് മനസ്സിലായപ്പോ തട്ടിന്റെ മേലെ നിന്ന് താഴത്തേക്കും ചാടി കണ്ടാൽ മരിച്ചു. ഇമ്മ അങ്ങനെ ആലോചിച്ചു, അള്ളാന്റെ റസൂല് വീട്ടിക്ക് സൽക്കാരത്തിന് വരുന്ന ദിവസം ഞാൻ കുട്ടികൾ മരിച്ചു എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് കുട്ടികളെ രണ്ടാളെ അകത്ത് കൊണ്ടുപോയിട്ട് കട്ടിലും അങ്ങനെ കടത്തിയിട്ട് മേലൊരു മുണ്ടിട്ട് കണ്ടാണ് മൂടി. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും എണ്ണപ്പെട്ട സഹാബത്തും ജാബിറിന്റെ വീട്ടിൽ വന്നു. സയ്യിദുനാ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഡൈനിങ് ഹാളിൽ സുപ്ര വിരിച്ചു ഭക്ഷണം കൊണ്ടുവന്നു വെച്ചു. ഭക്ഷണത്തിന്റെ മുമ്പിൽ നബി തങ്ങൾ ഇങ്ങനെ ഇരുന്നു, ഭക്ഷണം കഴിച്ചില്ല. കുറെ സമയം കഴിഞ്ഞപ്പോ അള്ളാന്റെ റസൂല് ചോദിച്ചു, ജാബിറേ, കുട്ടികളെവിടെ എന്ന് ചോദിച്ചു.
ജാബിർ റളിയല്ലാഹു അൻഹു അടുക്കളയിൽ പോയിട്ട് ഭാര്യനോട് ചോദിച്ചു, അല്ല മളെ നമ്മളെ കുട്ടികൾ എവിടെയെന്ന് ചോദിച്ചു. ഭാര്യ പറഞ്ഞു, ഓല അപ്പുറത്തുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹു ഇങ്ങോട്ട് വന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ കുട്ടികൾ അപ്പുറത്താണ് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണം കഴിച്ചില്ല, അവിടെ തന്നെ ഇരുന്നു. കുറെ സമയം കഴിഞ്ഞ് രണ്ടാമതും ചോദിച്ചു, ജാബിറെ കുട്ടികൾ എവിടെയെന്ന് ചോദിച്ചു. ജാബിർ റളിയല്ലാഹു അൻഹു അടുക്കളയിൽ പോയിട്ട് ഭാര്യനോട് ചോദിച്ചു, സഹധർമ്മിണി നമ്മളെ കുട്ടികൾ എവിടെയെന്ന് ചോദിച്ചു. ഭാര്യ പറഞ്ഞു, കുട്ടികൾ അപ്പുറത്തുണ്ട് പറഞ്ഞു. രണ്ടാമതും മൂപ്പര് മടങ്ങി വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ കുട്ടികൾ അപ്പുറത്താണ്. നബി തങ്ങൾ കഴിച്ചില്ല. മൂന്നാമതും ചോദിച്ചു, ജാബിറെ കുട്ടികൾ എവിടെ? സയ്യിദുനാ ജാബിർ റളിയല്ലാഹു അൻഹു അടുക്കളയിൽ പോയി ഭാര്യയോട് പറഞ്ഞു, സഹധർമ്മിണി നീ സത്യം പറയ്, നമ്മളെ കുട്ടികൾ എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ ഭാര്യ പറഞ്ഞു, മക്കൾ രണ്ടുപേരും മരണപ്പെട്ടിരിക്കുന്നു, റോമിൽ കട്ടിലിൽ കിടത്തി ഞാൻ പുതപ്പിട്ട് മൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ രണ്ട് കണ്ണിൽ നിന്നും കണ്ണുനീരേറ്റി വീണുകൊണ്ട് സയ്യിദുനാ ജാബിർ റളിയല്ലാഹു അൻഹു പൂമുഖത്തേക്ക് വരികയാണ്. നബിനോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ ജാബിറിന്റെ രണ്ട് മക്കളും മരണപ്പെട്ടിരിക്കുകയാണ് റസൂലേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സൽക്കാരത്തിന് വേണ്ടി പോരുന്ന സമയത്ത് വഴിയിൽ വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടിരുന്നു. കുട്ടികളുടെ കൂടെയല്ലാതെ ഭക്ഷണം കഴിക്കരുതെന്ന് മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടികൾ വന്നാൽ അല്ലാതെ ഭക്ഷണം കഴിക്കൂല എന്ന് പറഞ്ഞപ്പോ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് മക്കൾ അകത്തുനിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ വരികയാണ്. ശറഫുറ്റ ജാബിർ റളിയല്ലാഹു ചെന്ന് പരിശുദ്ധ ത്വാഹ റസൂലിങ്കൽ സൽക്കാരം റൊട്ടിയും ആട്ട് മാംസവും ആയി വിശുദ്ധ ഹബീബിങ്കൽ. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ജാബിർ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട ഈ ചരിത്രം മറ്റൊരു രൂപത്തിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരിക്കൽ ജാബിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ആട്ടുമാംസവും റൊട്ടിയുമായി അങ്ങോട്ട് പോയ ഒരു കഥയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ ഖൽബോട് ചേർത്ത് പിടിക്കണം, നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കണം. നബി തങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ നമുക്ക് ആകെ ആത്മഹർഷം തൊടികൊട്ടുന്ന നാളിലെ ഏക പ്രതീക്ഷ മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അശ്ശഫാഅത ഹബ്ലന ഫിൽ ഖിയാമത്തി മുശ്ഫിഖൻ വഹ്ലനാ ഇൻദാ അയാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ആടിനോടുട